നാഗാരാധന നിലനിൽക്കുന്ന കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും നാഗപ്രതിഷ്ഠാ സങ്കല്പമായ ചിത്രകൂടക്കല്ല് നിർമ്മാണത്തിൽ ശ്രദ്ധേയരായി രണ്ട് സുഹൃത്തുക്കൾ. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശികളായ സുജയ് കുമാറും മധുവുമാണ് തച്ചുശാസ്ത്ര വിധി പ്രകാരം അപൂർവമായ ചിത്രകൂടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. സർപ്പഗ്രഹമായ ചിത്രകൂടക്കല്ല് നിർമ്മാണത്തിന് അതീവ ശ്രദ്ധയും പ്രതിഭയും ആവശ്യമാണ്. കൈവിരലുകളുടെ ചലനമൊന്ന് തെറ്റിയാൽ നിർമ്മിച്ചതത്രയും പാഴാകും. പന്തീരങ്കാവ് സ്വദേശികളായ സുജയ് കുമാറും മധുവും 22 വർഷമായി ചിത്രകൂടക്കല്ലുകൾ നിർമ്മിക്കുകയാണ്. ചിത്രകൂടക്കല്ലിന് 4 ഭാഗങ്ങളാണുള്ളത്. ആദ്യം ആധാരക്കല്ല്, പിന്നെ നടുകല്ല്, അതിനു മുകളിലായി കുടക്കല്ലും, ഏറ്റവും മുകളിൽ സ്തൂപിക അഥവാ പൂക്കല്ലും ഉണ്ടാകും. ഓരോന്നിനും മുകളിൽ ഓരോ കല്ലുകൾ ചേർത്ത് വെക്കുമ്പോൾ അത് ചിത്രകൂടക്കല്ലായി മാറും. എല്ലാ ഭാഗങ്ങളും ചെത്തി മിനുക്കി, പിന്നെ അതിന്റെ സെൻട്രൽ ഏറ്റവും നല്ല ഭാഗമാണ് ഞങ്ങൾ ഈ ചിത്രകൂടത്തിന് വേണ്ടിയിട്ട് ശരിക്കും രൂപപ്പെടുത്തി വരുന്നത്. അതുകൊണ്ടാണ് ഈ കല്ലിനെ ഈ രീതിയിലേക്ക് ആക്കാൻ കഴിയുന്നത്. കല്ലിനെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് സത്യമാണെങ്കിലും ഞങ്ങളതല്ല. പിന്നെ ആ കല്ലിൽ ഒരുപാട് ആളുകൾ വന്ന് ആരാധിക്കുന്ന ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ആവശ്യമനുസരിച്ചാണ് ചിത്രകൂടക്കല്ല് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മിക്കാനുള്ള കണക്കൊത്ത ചെങ്കല്ല് കണ്ടെത്തുന്നതാണ് ഇന്ന് ഏറെ പ്രയാസം. ഒരുപാട് ആളുകൾ ഓർഡർ ഉണ്ട്, ഞങ്ങളോട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചെയ്യണമെന്ന് പറയുമ്പോഴും ഈ രംഗത്ത് പുതിയ ആളുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കല്ല് വെട്ടിയെടുക്കുന്ന ഇടങ്ങളിൽ വെച്ച് തന്നെയാണ് ചിത്രകൂടക്കല്ലിന്റെ നിർമ്മാണവും നടക്കുക. പാരമ്പര്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഓരോ ഭാഗങ്ങളും കൊത്തിയെടുക്കുന്നത്. ചിത്രകൂടക്കല്ലിനു പുറമെ ഭൂതക്കല്ലും ഇരുവരും നിർമ്മിക്കുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും തറവാടുകളുടെയും ഭാരവാഹികളാണ് ഇവരെ തേടി എത്താറുള്ളത്. ജനം, കോഴിക്കോട്.